ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ദേ ഇന്ന് കുറെ അധികം സെന്റിന്റെ സ്റ്റോക്ക് വന്നിട്ട് കേട്ടോ. ഒന്ന് രണ്ടൊന്നല്ല, ഒത്തിരി അധികം ഉണ്ട്. അപ്പൊ ദേ വീഡിയോയിലേക്ക് പോവാം. അതെ, ആദ്യത്തെ വണ്ടി ഇതുപോലെ പരിചയപ്പെട്ടോ. 96 മോഡൽ വണ്ടിയാണ്. 2026 പേപ്പർ കേട്ടോ. ഇത് 2001 മോഡൽ വണ്ടി, 2026 പേപ്പർ. 2003 വണ്ടി, 2028 വരെ പേപ്പർ. ഇത് 2004 വണ്ടി, 2029 വരെ പേപ്പർ. അത് 2005 വണ്ടി, 2025 വരെ പേപ്പർ കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽഡ് റിവ്യൂലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഇതാ കിടക്കുന്ന വണ്ടിയോടെ എക്സ്ട്രാ ഉണ്ട്. അത് നമ്മുടെ 2001 മോഡൽ വണ്ടിയാണ്. GTR അലോയ്സ് ഒക്കെ ഇട്ട വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിന് 26 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ വണ്ടി 96 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് സെയിൽ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടികളുടെ എല്ലാത്തിനും ഉണ്ട്. ഒന്ന് രണ്ട് പുതിയ വണ്ടികളുള്ളൂ, അതിന്റെ മാത്രമായിട്ട് വരാത്തേ ഉള്ളൂ. അപ്പൊ ഇത് 96, 26 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇറങ്ങിയ ഷേപ്പ് കേട്ടോ. സെന്നിന്റെ ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. അതിന്റെ ആ ഷേപ്പ് ഗ്രില്ലൊക്കെ കണ്ടാൽ അറിയാം. ഇതിന് 26 വരെ പേപ്പർ കിട്ടും. നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് പുതിയതായിട്ട് വന്ന വണ്ടിയാണ്. എന്റെ സെയിൽ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഇത് 2001 മോഡൽ വണ്ടിയാണ്. 2026 വരെ പേപ്പർ ഉണ്ട്. AC ഒക്കെ പക്ക വർക്കിംഗ് ആണോ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നാലും നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തയിലേക്ക് പോകുമ്പോഴായാലും ഇത് 2003, 2028 വരെയുള്ള ഈ ഷേപ്പിൽ ലാസ്റ്റ് ഇറങ്ങിയ MBFI വണ്ടിയാണ് കേട്ടോ. മറ്റു രണ്ടും കാർബേറ്റർ ആയിരുന്നു. ഇത് MBFI ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ക സ്റ്റോക്ക് കണ്ടീഷനിലെ ഹൈലി ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അടുത്തായിട്ട് നമ്മുടെ 2004 മോഡൽ വണ്ടിയുണ്ടോ. അത് 2004 ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള വണ്ടിയാണ്. ഇത് കാർബറേറ്റർ എഞ്ചിനാണോ. ഇന്ന് 4 പുത്തൻ ടയർ ഉണ്ട്. ബ്രിഡ്സ്റ്റോണിന്റെ 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ കിടക്കുന്ന വണ്ടിയാണ്. 29 വരെ ഫ്രഷ് പേപ്പർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ആ ഷേപ്പിൽ തന്നെ 2005 മോഡൽ വണ്ടിയുണ്ട്. 2025 വരെ പേപ്പർ ഉണ്ട്. ഇത് MBFI എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ VHI വേരിയന്റ് ആണ് കേട്ടോ. ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് വയ്ക്കുമ്പോൾ VHI ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് വൈപ്പറും വരുന്ന വേരിയന്റ് ആണ് കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇത് എന്ന് പറയുമ്പോൾ കാർബറേറ്റർ എഞ്ചിനാണ് വരുന്നത്. മറ്റത് MBFI. കാർബറേറ്ററിലേക്ക് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് കസ്റ്റം ചെയ്തേക്കുന്ന വണ്ടിയാണോ. മോമോ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ കസ്റ്റം ബ്ലാക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് റിവേഴ്സ് ക്യാമറയൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിൽഡ് AC കാര്യങ്ങളൊക്കെയാണ്. അടുത്തതിലേക്ക് പോവാം. അടുത്തത് 2003 MBFI ആദ്യമായിട്ട് വന്ന ഈ ഷേപ്പിന്റെ ലാസ്റ്റ് വണ്ടിയാണ്. ഇതിലേക്ക് പോകുമ്പോൾ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് പോകുമ്പോഴായാലും ഇന്റീരിയർ സിമ്പിൾ ഇന്റീരിയർ ആണ്. ആകെ സ്റ്റീരിയോയും AC മാത്രമാണ് വരുന്നുള്ളൂ. പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. LX വേരിയന്റ് വരുന്ന വണ്ടിയാണ്. അടുത്ത് കാർബറേറ്റർ വണ്ടി. കാർബറേറ്റർ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൂ. ഇതിന്റെ സെയിൽ വീഡിയോ ഇടാൻ പോകണുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ അടുത്ത ദിവസം ഇടാം. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ നോക്കുമ്പോഴായാലും മറ്റൊന്നിയുടെ സെയിം ആണ്. ഇതിന് സ്റ്റീരിയോ പോലും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഡാഷ്ബോർഡ് മാത്രം കസ്റ്റമർ ഒരു കളർ കൊടുത്തിരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനും ചിൽഡ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുമ്പോഴായാലും 80% ഓവറോൾ ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ആദ്യം ഇറങ്ങിയ സെന്റ് 96 മോഡൽ വണ്ടിയാണ്. 26 പേപ്പറുള്ള. ഇതും കാർബറേറ്റർ എഞ്ചിനാണോ. ഈ വാഹനത്തിന്റെ സെയിൽ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റയില്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇതിന്റെ ഇന്റീരിയർ നോക്കുമ്പോഴായാലും ഓവർ ആയിട്ടുള്ള ഇതൊന്നുമില്ല. നോർമൽ ആവറേജ് മെയിൻറ്റൈൻഡ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. AC ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള താരം എന്ന് പറയുന്നത് ഇവനാണ്. 2001 മോഡൽ വണ്ടി. GTR നല്ല അലോയ്സും യോക്കോഹോമയുടെ 4 പുത്തൻ ടയറും. ഇതിന്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് കയറി കാണുക. അടിപൊളി വണ്ടിയാണ്. ലീഗലി മോഡിഫൈ ചെയ്ത സെറ്റപ്പ് ആയിട്ടാണ് വണ്ടി നിൽക്കണേ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴായാലും വണ്ടി സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെ ഇന്റീരിയർ നോക്കുമ്പോഴായാലും നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ചിൽഡ് AC കാര്യങ്ങൾ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ, പവർ വിൻഡോ സ്വിച്ച് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ള. പവർ സ്റ്റിയറിംഗ്, AC, ബാക്ക് വൈപ്പർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സെന്നുകൾ നമ്മുടെ ഒരുമിച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം സെൻ വന്നിട്ടുള്ളത്. ഞാൻ എന്താ പറയാ, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വണ്ടി സെൻ തന്നെയാണ്. അപ്പൊ ഏറ്റവും അധികം ഇത്രയും സെൻ വന്നതിൽ വളരെ ഹാപ്പിയാണ്. അതാണ് പെട്ടെന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ റീച്ച് ചെയ്തത്. ഇത്ര നേരം മഴയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത്. ഷോറൂമിൽ തന്നെയായിട്ട് എടുത്തത്. അപ്പോ ഈ വണ്ടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇതിന്റെ ഓൾറെഡി സെയിൽ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.